ധീരൻ ഒരിക്കലേ മരിക്കൂ, ഭീരുക്കൾ ഒരുപാട് തവണ മരിച്ചേക്കും. ഇതൊരു സവിശേഷമായ ദർശനത്തിൻ്റെ ഒരു പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റാണ്, അല്ലെങ്കിൽ ഒരു ദേശീയ വാചകമാണ്. ആത്മീയതയുടെ പശ്ചാത്തലത്തിൽ പറഞ്ഞാൽ, ഈമാൻ ഉറച്ച് നടക്കുന്നവന് മരണത്തെ ഭയമില്ല. അവൻ ജീവിതത്തിൻ്റെ മൂല്യങ്ങളിൽ വിശ്വസിക്കുന്നു, പരലോകത്തിൽ വിശ്വസിക്കുന്നു, ആ മൂല്യങ്ങളെ ചിട്ടപ്പെടുത്തി ജീവിക്കുന്നു. എല്ലാത്തിനും ഉടയ തമ്പുരാൻ്റെ നോട്ടമുണ്ടെന്നും കാവലുണ്ടെന്നും അറിയാതൊന്നും സംഭവിക്കില്ലെന്നും വിശ്വസിക്കുന്നു. അതതിൻ്റെ ആത്മീയ പരിസരമാണ്. ഇനി അതിനെ നമ്മൾ വേറൊരു സോഷ്യൽ ഡീഗ്രഡേഷൻ്റെ പശ്ചാത്തലത്തിൽ കണ്ടാൽ, ചാവാൻ നടക്കുന്നവനെ കൊല്ലുമെന്ന് ഭയപ്പെടുത്തരുത്. ഇപ്പം നമ്മൾ ഇറാൻ്റെ കാര്യത്തിൽ ഞാനിന്ന് എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചു, ഈ അന്തർദേശീയ വിഷയങ്ങൾ സംസാരിക്കുന്ന സുഹൃത്തിനോടാണ്, എന്തുകൊണ്ടാണ് ഇറാൻ ഇങ്ങനെ കരുത്തോടെ പിടിച്ചു നിൽക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ, അത് മരിക്കാൻ ഭയമില്ലാത്ത ഒരു ജനതയെ ഏതറ്റം വരെയും പോരാടി പിടിച്ചു നിർത്താൻ കഴിയും എന്ന് പറയുന്ന ഒരു ഫിലോസഫിയുടെ അടിസ്ഥാനത്തിലാണെന്ന് പറഞ്ഞു. ഇതൊക്കെ ഞാൻ പറഞ്ഞത് ഈ സൂചിപ്പിച്ച കാര്യങ്ങളുടെ ഒന്നും പശ്ചാത്തലത്തിലല്ല. രാഹുൽ ഗാന്ധി എന്ന ഇന്ത്യയുടെ പ്രതിപക്ഷ നേതാവ് ഡിറ്റർമൈൻഡാണ്, കമ്മിറ്റഡാണ്, ഡെഡിക്കേറ്റഡാണ്. അദ്ദേഹം പ്രവർത്തിക്കുന്ന മേഖലയുടെ റിസ്ക് നന്നായി ബോധ്യമുള്ള ആളാണ്. അതിൽ ഭയമില്ലാത്ത ആളാണ്. ആ ഭയമില്ലായ്മയുടെ ചങ്കൂറ്റമാണ് സത്യങ്ങൾ വീണ്ടും ഉറക്കെ തുറന്നു പറയാൻ അദ്ദേഹത്തെ പ്രേരിപ്പിക്കുന്നത്. അതിൻ്റെ അനുഭവങ്ങൾ കഴിഞ്ഞ ദിവസം പാർലമെൻറ്റിലെ ഒരു സ്പീച്ചിൽ അദ്ദേഹം പറയുകയുണ്ടായി. വളരെ ചെറുപ്പത്തിലേ താമസിച്ച ഔദ്യോഗിക ബംഗ്ലാവിന് മുമ്പിലുള്ള കൊടുങ്കാട്ടിൽ പട്ടിയുണ്ടെന്നും വവ്വാലുണ്ടെന്നും ഭൂതമുണ്ടെന്നും ഒക്കെ വിശ്വസിച്ചിരുന്ന് ഭയപ്പെട്ട കാര്യം തൻ്റെ മുത്തശ്ശിയായ ഇന്ദിരാഗാന്ധിയോട് പറഞ്ഞത്രേ. ഇന്ദിരാഗാന്ധി ഒരു ദിവസം തൻ്റെ പേരൻസുമൊക്കെയായി പുറത്ത് ഡിന്നറിന് പോകുന്ന സന്ദർഭത്തിൽ എല്ലാം ഒരുക്കി ഇറക്കി കയ്യിൽ പിടിച്ചുകൊണ്ട് എന്ന് ഇരുട്ടത്ത് ആ പൂന്തോട്ടത്തിൻ്റെ അടുത്ത് നിർത്തിയത്രേ. അവിടെ നിന്ന് 2 മിനിറ്റ് 2 മണിക്കൂറോ 3 മണിക്കൂറോ ആയി തനിക്ക് തോന്നിയെന്ന് രാഹുൽ പറഞ്ഞു. തന്നെ പട്ടിയും വവ്വാലും എല്ലാം ആക്രമിക്കാൻ വരുന്നു എന്ന് തോന്നിയത്രേ. 2 മിനിറ്റ് കഴിഞ്ഞ് വന്ന മുത്തശ്ശിയോട് നിന്നെ ആരെങ്കിലും പിടിച്ചോ എന്ന് ചോദിച്ച മറുപടിയിൽ ഇല്ല എന്ന് മറുപടി പറഞ്ഞപ്പോൾ, നീ ഭയപ്പെടുന്നത് നിൻ്റെ മനസ്സിനെ തന്നെയാണെന്നും അതിനെ ഭയപ്പെട്ടാൽ പലപ്പോഴും ഇരുട്ടിനുള്ളിലുള്ള സത്യത്തെ നിനക്ക് കണ്ടെത്താനാവില്ലെന്നും, അതുകൊണ്ട് ഭയമുണ്ടെങ്കിൽ നീ ലോകത്തിൻ്റെ സത്യങ്ങൾ അറിയില്ലെന്നും അന്ന് മുത്തശ്ശി പറഞ്ഞ വാക്കാണ് ഞാൻ ഇന്ന് ഓർക്കുന്നത് എന്ന് പറഞ്ഞു. ഇതും പറഞ്ഞത് എന്തിനാണെന്നറിയോ? കഴിഞ്ഞ ദിവസം അലഹാബാദ് ഹൈക്കോടതി ഇരട്ടപ്പൗരത്വമുണ്ട് എന്നുള്ളതിൻ്റെ പേരിൽ വളരെ പെട്ടെന്ന് ആരോ ഒരു ബാംഗ്ലൂരിലെയോ കർണാടകയിലെയോ BJP പ്രവർത്തകൻ, RSS പ്രവർത്തകൻ കൊടുത്ത കേസിൽ FIR ഇട്ട് കേസെടുക്കാൻ അങ്ങ് കൽപ്പിച്ചു. ഇന്ന് ഒരപേക്ഷയും കൊടുക്കാതെ അത് സ്റ്റേ ചെയ്യുകയും ചെയ്തു. ഇന്നലെ ഇരട്ടപ്പൗരത്വം അന്വേഷിക്കാൻ ഉത്തരവ് കൊടുത്ത അതേ കോടതി ഇന്ന് അതിന് സ്റ്റേയും ചെയ്യുക എന്ന് പറയുന്നത് എന്തൊരു വിരോധാഭാസമാണ്, എന്ത് ജുഡീഷ്യറിയാണിത്? ഇന്ന് പറഞ്ഞിരിക്കുന്നത് പരാതിക്കാരനെ കേൾക്കാതെ, ആരെക്കുറിച്ചാണോ പരാതി പറഞ്ഞത് അയാളെ കേൾക്കാതെ ഉത്തരവിറക്കുന്നത് ശരിയല്ലാത്തത് കൊണ്ട് അത് തൽക്കാലം സ്റ്റേ ചെയ്യുന്നു എന്നാണ് പറഞ്ഞത്. 15-ലും 19-ലും 21-ലുമൊക്കെ കോടതി തള്ളിയ കേസാണ് ഡ്യുവൽ സിറ്റിസൺഷിപ്പ്. എന്തെങ്കിലും കാര്യങ്ങൾ പറയുകയോ എന്തിനെങ്കിലും വേണ്ടി പോരാടാൻ ഇറങ്ങുകയോ ചെയ്യുമ്പോൾ ഉടൻ കൊണ്ടുവരുന്ന കേസുകളിലൊന്നാണ് EDയും സിറ്റിസൺഷിപ്പും, പിന്നെ ഡെക്കാൻ ഹെറാൾഡും ആൾ ഇന്ത്യ റേഡിയോയും ഒക്കെ. ഇതൊന്നും രാഹുൽ ഗാന്ധിക്ക് മുന്നിൽ വിലപ്പോകുന്നില്ല. അദ്ദേഹം ഇതൊന്നും പരിഗണിക്കുന്നതേയില്ല. പാർലമെൻറ്റിൻ്റെ അംഗത്വം റദ്ദാക്കിയപ്പോൾ രാജ്യം അയാൾക്ക് തിരിച്ചു നൽകിയത് പ്രതിപക്ഷ നേതാവിൻ്റെ പദവിയാണ്. വേട്ടയാടും തോറും വിളക്ക് പോലെ തെളിഞ്ഞു കത്തുകയാണ് രാഹുൽ ഗാന്ധി. ഇപ്പോൾ FIR ഇട്ട കോടതി അടുത്തത് ചെയ്യേണ്ടത് FIR ഇട്ട് അറസ്റ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഇത് തനിയെ സ്റ്റേ ചെയ്യുന്നു പോലും. കഷ്ടം.